ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ട്രാവൽ ആൻഡ് ഫുഡ് ഡയറീസ്. ഇന്ന് നമ്മൾ വിയറ്റ്നാമിലെത്തിയിട്ട് 6ാമത്തെ ദിവസമാണ്. ഇത്ര പെട്ടെന്ന് 4 ദിവസങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഹലോങ് ബേ കാണുവാനായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ താമസിക്കുന്ന ഹനോയിൽ നിന്നും 170 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഹലോങ് ബേ എത്തുവാനായിട്ട്. ഹലോങ് ബേയിൽ ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റി ഒരു ഹാഫ് ഡേ ക്രൂയിസ് ബോട്ട് റൈഡാണ്. നമ്മളപ്പോൾ പോർട്ടിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു. 12:30ക്കാണ് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മൾക്ക് വളരെ റിലാക്സിങ് ആയിട്ടുള്ള ഒരു ദിവസമായിരിക്കും. ഹാഫ് ഡേ നമ്മൾ ഇങ്ങനത്തെ ഒരു ബോട്ടിലായിരിക്കും സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. ഇദ്ദേഹമാണ് നമ്മുടെ ബോട്ടിലെ ടൂർ ഗൈഡ്. അപ്പോൾ നമ്മുടെ ടിക്കറ്റ്സ് ഒക്കെ ആൾക്ക് കൊടുത്തു. ഇനി നമ്മളെ ബോട്ടിലോട്ട് കൊണ്ടുപോകാൻ. നമ്മുടെ ബോട്ടിന്റെ പേര് സ്റ്റെല്ല മേരീസ് എന്നാണ് പറഞ്ഞത്. നമ്മൾ ബോട്ടിൽ കയറി ഉടനെ തന്നെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. അവർ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളതെന്ന് നോക്കാം. നമ്മളെ കൂടാതെ വേറെ ട്രാവലേഴ്സും ഈ ഒരു ബോട്ടിലുണ്ട്. അപ്പോൾ നമ്മുടെ ഗൈഡ് ഇന്നത്തെ പ്ലാൻ എന്തൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. I say that not for fun, everyone, because on this trip today, we have to hop off. So I mean. നമ്മുടെ ബോട്ട് പതിയെ ഉൾക്കടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില പാക്കേജസിൽ നമുക്കിവിടെ സ്റ്റേ ഇൻക്ലൂഡഡ് ആയിരിക്കും. രാത്രി സ്റ്റേ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇതാ കാണുന്ന ചെറിയ ക്രൂസ് ഷിപ്സിലൊക്കെ നമുക്ക് സ്റ്റേ ചെയ്യാം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ ലഞ്ചൊക്കെ സെറ്റ് ചെയ്തു. ബുഫേ സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് ലഞ്ച് കഴിഞ്ഞതിന് ശേഷം പുറത്ത് പോയി ലൈം സ്റ്റോൺ മലകളുടെയും അതുപോലെ തന്നെ ബോട്ട്സിൻ്റെ ഒക്കെ ഒരു വ്യൂ ആസ്വദിക്കാം. നമ്മൾ ഇന്നലെ നിൻബിൻ വിസിറ്റ് ചെയ്തപ്പോൾ എങ്ങനെയായിരുന്നു കാലാവസ്ഥ, അതുപോലെ തന്നെ ഇവിടെയും ഭയങ്കര ക്ലൗഡി ആയിട്ടാണ് ഇരിക്കുന്നത്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഹലോങ് ബേ. ഡിസെൻഡിങ് ഡ്രാഗൺ എന്നാണ് ഹലോങ് ബേയുടെ അർത്ഥം. അതിന് പിന്നിൽ ഒരു സ്റ്റോറിയും കൂടി ഉണ്ട്. അതെന്താണെന്ന് ഞാനിപ്പോൾ പറയാം. പണ്ട് വിയറ്റ്നാമിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശത്രുക്കൾ വന്നപ്പോൾ സ്വർഗത്തിൽ നിന്നും ഡ്രാഗൺ ഇറങ്ങി വരികയും ഡ്രാഗന്റെ വായിൽ നിന്ന് വന്നിട്ടുള്ള രത്നക്കല്ലുകളാണ് ഈ ലൈംസ്റ്റോൺ മലകൾ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഈ ലൈംസ്റ്റോൺ മലകൾ അങ്ങനെ ശത്രുക്കളുടെ കപ്പലുകളുടെ സഞ്ചാരത്തിന് തടസ്സമുണ്ടാക്കി. അങ്ങനെ വിയറ്റ്നാം യുദ്ധത്തിൽ ജയിച്ചു എന്നൊക്കെയാണ് കഥകളിൽ പറയുന്നത്. എമറാൾഡ് കളറിലുള്ള വെള്ളവും ലൈംസ്റ്റോൺ മലകളും പിന്നെ അതിൽ കൂടെ പോകുന്ന ബോട്ടുകളൊക്കെ കാണുമ്പോഴുണ്ടല്ലോ ഒരു പോസ്റ്റ് കാർഡ് ലുക്ക്. നമ്മുടെ ക്രൂയിസ് ബോട്ട് റൈഡിൽ ഫസ്റ്റ് പോയിന്റിൽ നമ്മളിവിടെ എത്തി. നമ്മുടെ ഒരു സർപ്രൈസ് കേവ് ഉണ്ട്, അത് കാണാനാണ് വന്നിരിക്കുന്നത്. നമ്മളിവിടെ ഇറക്കിയതിന് ശേഷം ബോട്ട് ഇവിടുന്ന് പോകും. നമ്മുടെ എക്സിറ്റ് എന്ന് പറയുന്നത് വേറൊരു സ്ഥലത്താണ്. അപ്പോൾ അങ്ങോട്ടേക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ബോട്ട് വരും. ഞങ്ങളെപ്പോലെ ഒരുപാട് പേര് ഇവിടെ വന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം റഷും ഉണ്ട്. ചെറിയൊരു ക്യൂവും കാണാം. സങ് സോട്ട് കേവ് എന്നാണ് ഈ ഒരു ഗുഹയുടെ പേര്. ഹലോങ് ബേയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ലാർജസ്റ്റ് ആൻഡ് ഫേമസ് കേവ് ആണ്. 1901 ഫ്രഞ്ചുകാരാണ് ഈ ഒരു കേവ് കണ്ടെത്തിയത്. അപ്പോൾ ഈ കേവിന്റെ ഭംഗിയും അതിന്റെ ഒരു വലുപ്പമൊക്കെ കണ്ടിട്ട് അവര് സർപ്രൈസ് കേവ് എന്നാണ് ആദ്യം ഇതിനെ വിളിച്ചത്.
സ്റ്റെപ്സ് കയറി മേലെ എത്തുമ്പോൾ ഹലോങ് ബേയുടെ ഒരു വ്യൂ ഇവിടെ നിന്ന് കിട്ടും. അത് കാണുവാനായിട്ട് കിഡുവാണ്. ഇതാ നമ്മൾ സംഗ്സോട്ട് കേവിന്റെ എൻട്രൻസിന്റെ അവിടെ എത്തി. ലൈം സ്റ്റോൺസിന്റെ ഇടയിലൂടെയുള്ള നേരമായിട്ടുള്ളൊരു വഴി. കയറി ചെന്ന് റൈറ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ ദാ ലൈം സ്റ്റോൺസിന്റെ മേലെ നിന്നൊക്കെ വെള്ളം ഒഴുകി വന്നിട്ട് താഴെ ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നത് കാണാം. പിന്നെയും ഇടുങ്ങിയൊരു വഴി വന്നു. അത് ചെന്നെത്തുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു മെജസ്റ്റിക് ലുക്കുള്ള ഒരു ഏരിയയിലോട്ടാണ്. അപ്പോൾ നിങ്ങളും ഞങ്ങളുടെ ഒപ്പം ഈ സർപ്രൈസ് കേവ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യൂ. ഇവിടെ മെയിൻ ആയിട്ട് 2 ചേമ്പേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഒപ്പേറ ഹൗസ് എന്നാ പറയുന്നത്. ഇതിൽ ലൈം സ്റ്റോൺസ് ഒക്കെ ഉണ്ടല്ലോ, ഷാൻഡലിയർ പോലെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. അതിന് സ്റ്റാലക്ടൈറ്റ്സ് എന്നാണ് പറയാം. അതായത് മിനറൽസ് ഇങ്ങനെ കേവിന്റെ സീലിംഗിൽ നിന്നും താഴോട്ട് ഡെപ്പോസിറ്റ് ആവണേനാണ് പറയുന്നത് സ്റ്റാലക്ടൈറ്റ്സ്. നമ്മളിപ്പോൾ കണ്ടത് ഔട്ടർ ചേമ്പറാണ്. ഇനി സ്റ്റെപ്സ് കയറി ഒരു നാരോ ആയിട്ടുള്ള പാത്ത് ഇനിയും വരും. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് കിടക്കുന്നത് ഇന്നർ ചേമ്പറിലോട്ടാണ്. ഓ മൈ ഗോഡ്, ദിസ് ഇസ് സോ മെജസ്റ്റിക്. ഇത് ഇന്നർ ചേമ്പറാണ്. ഇവിടെ തൗസൻഡ്സ് ഓഫ് പീപ്പിളിനെ അറ്റ് എ ടൈം അക്കോമഡേറ്റ് ചെയ്യുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ഒരു കേവിനെ സർപ്രൈസ് കേവ് എന്ന് വിളിക്കുന്നതിൽ ഒരു സർപ്രൈസും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, കാരണം അത്രയും ഭീകരമാണ്. ഇവിടെ സ്റ്റാലക്ടൈറ്റ്സും സ്റ്റാലക്മൈറ്റ്സും ഒക്കെ ഒരുമിച്ച് കാണാം. സ്റ്റാലക്ടൈറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേവിന്റെ മേൽഭാഗത്തു നിന്നുള്ള ലൈം സ്റ്റോൺസിന്റെ ഫോർമേഷൻസ്. സ്റ്റാലക്മൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഫ്ലോറിൽ നിന്നും മേലോട്ടുള്ള ലൈം സ്റ്റോൺസിന്റെ ഫോർമേഷൻസ്. ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ സ്കൂൾ കുട്ടികളുടെ പോലെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കൊണ്ട് ശരിക്കും സർപ്രൈസ്ഡ് ആയി. കേവിലൂടെയുള്ള യാത്ര ഒന്ന് ഈസി ആക്കുവാനായിട്ട് എല്ലായിടത്തും ലൈറ്റുകളും അതുപോലെ സ്പോട്ട് ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഓരോ ലൈം സ്റ്റോണിന്റെ ഫോർമേഷൻസ് ഒക്കെ കാണുമ്പോൾ ആനിമൽസിന്റെയും മനുഷ്യരുടെ ഒക്കെ പോലെ നമുക്ക് തോന്നും. നമ്മുടെ ഇമാജിനേഷൻ അനുസരിച്ചിട്ട് അതിനെ ആമ, മുയൽ, സിംഹം അങ്ങനെ നമുക്ക് നെയിം ചെയ്യാം. ഇതിൻ്റെ ഒരു ഭംഗിയും വലുപ്പവും ഒക്കെ വീഡിയോയിൽ കാണുന്നതിൽ നിന്നും വ്യത്യസ്തമാണ്. ഞാൻ ഇവിടെ വരുന്നതിനൊക്കെ മുന്നേ ഒരുപാട് വീഡിയോസ് ഇതിനെപ്പറ്റി കണ്ടിരുന്നു. പക്ഷേ ശരിക്കും ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു സ്ട്രക്ചർ കണ്ടോ, വെഡ്ഡിംഗ് കപ്പിളുടെ പോലെയാണ് ഫോർമേഷൻ വന്നിരിക്കുന്നതാണ് പറയുന്നത്. സംഗ്സോട്ട് കേവ് കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ നിങ്ങൾ വിയറ്റ്നാമിലെ ഹലോങ് ബേയിൽ വരുമ്പോൾ ഈ കേവ് മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യണം. ഇനി നമുക്ക് അടുത്തൊരു ഡെസ്റ്റിനേഷനിലോട്ട് പോകാം. സർപ്രൈസ് കേവിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ക്രൂയിസ് ബോട്ടിൽ കയറി നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയാൽ നമുക്ക് ഒന്നെങ്കിൽ കയാക്കിംഗ് ചെയ്യാം, അല്ലെങ്കിൽ ബാംബു ബോട്ട് റൈഡ് ചെയ്യാം. കയാക്കിൽ നമുക്ക് 2 പേർക്ക് കയറാം, അല്ലെങ്കിൽ ബാംബു ബോട്ടിലാണെങ്കിൽ 8 പേർക്ക് കയറാം. ഇന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. വേറെ എൻട്രി ഫീ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് പേര് ബാംബു ബോട്ടിൽ പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഇതും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. നമ്മൾ ബാംബു ബോട്ടിൽ കയറി ഇനി പോകുന്നത് ചെറിയൊരു കേവിൻ്റെ അകത്തു കൂടിയാണ്. എല്ലാവരും കയാക്കിങ്ങും ബോട്ടിങ്ങും ഒക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ചുറ്റും ലൈംസ്റ്റോൺ മലകളാണ്. ഒരു പ്രത്യേക ഫീലിംഗ്. ഈ ലൈംസ്റ്റോൺ മലകളിലെ ചെടികളുടെയും മരങ്ങളുടെയും ഒക്കെ ഒരു റിഫ്ലക്ഷൻ അടിച്ചിട്ടാണ് ഈ വെള്ളമൊക്കെ ഒരു ഗ്രീൻ കളറായിട്ട് ഇരിക്കുന്നത്.
ഞങ്ങളുടെ ബോട്ട് തുഴയുന്ന ചേട്ടൻ ഈ റൈഡ് ഒന്ന് ഫണ്ണാക്കുവാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കുന്നുണ്ടായിരുന്നു. ബാംബു ബോട്ട് റൈഡ് അടിപൊളിയായിരുന്നു. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ കുറച്ച് പേര് കയാക്കിംഗ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കയാക്കിംഗ് വിശേഷങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ബാംബു ബോട്ട് റൈഡും കയാക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ക്രൂയിസ് ബോട്ടിലോട്ട് തിരിച്ചെത്തി. ഇനി നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോകുകയാണ്. ടീ ടോപ്പ് ഐലൻഡ്, അതൊരു ബീച്ചാണ്. ഹലോങ് ബേയിലെ ക്രൂയിസ് ഷിപ്പിൽ വരുമ്പോൾ നമുക്ക് 1 ഡേ ഓവർനൈറ്റ് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന പോലത്തെ പാക്കേജസ് ഒക്കെ എടുക്കാം. അങ്ങനെ നമ്മളിവിടെ താമസിക്കുമ്പോൾ ഇവർ നമ്മളെ ഇവിടുത്തെ ഫ്ലോട്ടിംഗ് വില്ലേജസിൻ്റെ അടുത്തേക്കൊക്കെ കൊണ്ടുപോകും. അവിടെ മെയിൻലി പണ്ട് മുതലേ ഫിഷിംഗ് ഒക്കെ ജോലിയാക്കിയിട്ടുള്ളവരുടെ ഒരു കറണ്ട് ജനറേഷനാണ് ഉള്ളത്. $500 million ഇയേഴ്സ് എടുത്ത് കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസിലൂടെ ഗോ ത്രൂ ചെയ്തിട്ടാണ് ഈ ഒരു ലൈം സ്റ്റോൺ മാജിക് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. നമ്മളിപ്പോൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് എത്തി, ടീ ടോപ്പ് ഐലൻഡ്. ഇവിടെ നമുക്ക് ബീച്ചിൽ ഇറങ്ങാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് ഹൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹലോങ് ബേയുടെ ചെറിയൊരു വ്യൂ കിട്ടും. ബീച്ചിൽ കുറച്ച് നേരം ചിലവഴിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് ക്രൂയിസ് ബോട്ടിലോട്ട് എത്തി. അപ്പോൾ അതാ ഈവനിങ് സ്നാക്സ് ടൈം ആയിരുന്നു. ഇനി സൺസെറ്റ് പാർട്ടി ടൈമാണ്. ഇവർ ഹൈ വോളിയത്തിൽ പാട്ടൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മേലെ ഡെക്കിലൊന്ന് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ എന്താണെന്നൊന്ന് നോക്കാം.
ഫസ്റ്റ് ഫ്ലോറിൽ കയറി വരുമ്പോൾ ഇതാണ് കാഴ്ച. ഇവിടെയും നമുക്ക് താഴെയുള്ള പോലെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. ഇനി ഇവിടെ നിന്ന് മേലെ കയറിയിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്പൺ ഡെക്കാണ്, അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. വാവ്, അടിപൊളി സ്ഥലം. ഇവിടെ ഒരു ജക്യൂസി ഉണ്ട്. പിന്നെ കുറച്ചങ്ങ് മുന്നിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു സ്വിംഗ് ഉണ്ട്. സൺസെറ്റ് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം. അടിപൊളി വൈബ്. അങ്ങ് ദൂരെ സൺസെറ്റ് മാജിക് ഇസ് ഹാപ്പനിങ്. ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളായിട്ട് ഐറ്റിനറി കുറച്ച് ഹെക്ടിക് ആയിരുന്നു. നമുക്ക് ഇൻ ബിറ്റ്വീൻ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് എടുക്കേണ്ടി വന്നിരുന്നു, ഒരുപാട് ട്രാവൽ ഉണ്ടായിരുന്നു, ജാം പാക്ഡ് ആയിട്ടുള്ള ഒരു ഐറ്റിനറി ആയിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം ഉണ്ടല്ലോ, ടോട്ടലി റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. എല്ലാവരും അത് എൻജോയ് ചെയ്യുകയാണ്. ഹലോങ് ബേയുടെ വിശേഷങ്ങളുമായി വന്ന ഈ കൊച്ചു വ്ളോഗ് ഇവിടെ തീരുകയാണ്. നിങ്ങൾക്ക് എല്ലാവരും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.